ഡിപ്രഷൻ ഗൈസ്, എങ്ങനെ ഡിപ്രഷൻ വരാതിരിക്കും? ഒരു ചായ അടിക്കാൻ പോലും ആരും നാട്ടിലില്ല, എല്ലാവരും വർക്കിൽ പോകും. കോളേജുള്ളപ്പോൾ അവർ കോളേജ് അങ്ങനെ പറഞ്ഞിട്ട് ബിസി ആയിരുന്നു എല്ലാവരും. കോളേജ് പൂട്ടിയപ്പോഴാണെങ്കിലോ ആരും കിട്ടാനില്ല, എല്ലാ അക്കന്മാരും വർക്കിന് പോവാം. പക്ഷെ ഞങ്ങൾ പെരുന്നാൾക്ക് ട്രിപ്പ് പോലും പോയിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസമായിരുന്നു ഞങ്ങൾക്ക് എക്സാം. അതുകൊണ്ട് ചെക്കന്മാർ ആരും ട്രിപ്പിന് പോലും പോയിട്ടില്ല. ഇത് എനിക്ക് മാത്രമാണോ അത് എല്ലാവർക്കും ഇങ്ങനെയാണോ അറിയില്ല ഗൈസ്. എന്നിട്ടുണ്ട് ഡിപ്രഷൻ എല്ലാം മാരണം വെച്ചിട്ട് എന്റെ കൂട്ടുകാരനെ വിളിച്ചു വരുത്തി. തൊട്ടപ്പുറത്തെ ചായക്കടയ്ക്ക് പോകാൻ വേണ്ടി അവൻ ഇട്ട് വന്ന ഡ്രസ്സാണ് ഇത്, ജാക്കറ്റും പാന്റും. അങ്ങനെ ഞങ്ങൾ ചായക്കട എത്തി. ഏത് ചായക്കടയിൽ പോയാലും ഫസ്റ്റ് അവിടെ എന്തൊക്കെ കടയിൽ നോക്കും. ഓട്ടക്കട കടക്കാർ വിചാരിക്കും ഇപ്പൊ മേടിക്കുമെന്ന്. പക്ഷെ ഞങ്ങളൊന്നും മേടിക്കില്ല. അവന് ചായ മേടിച്ച് ഞങ്ങൾ ഇരുന്നപ്പോൾ ദേ ഫ്രണ്ടിലത് ഒരാൾ പണ്ടത്തെ ഏത് നല്ല പരിസ്ഥിതി നല്ല കണ്ടുവരിച്ചുള്ള പോലെ എന്തെങ്കിലും മിണ്ടി പറഞ്ഞ് വന്നിരിക്കാതെ വിചാരിച്ചപ്പോൾ ഈ കുരിപ്പത്തെ ഫോയിൽ വിളിക്കുന്നത്. എന്തിപ്പോ ഇവനെ ചെയ്യാം? അവിടുന്ന് ചായ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബഡാരാജനും ചോട്ടരാജനും വരുന്നത്. ഇവർ വന്നത് മാത്രം ഓർമ്മയുള്ളൂ. അപ്പത്തേ ഇവര് കൂടുതലുള്ള മൊയിന്റെ വീട്ടിൽ നിന്ന് വിളി വന്ന് വീണ്ടും ഞങ്ങൾ പോസ്റ്റ് ആയി ഗൈസ്. അപ്പൊ ഈ കട്ട പോസ്റ്റ് മാറാൻ വേണ്ടി വീണ്ടും ഒരു ചായ ഓർഡർ ചെയ്യാൻ ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്. ഞങ്ങളുടെ കയ്യിൽ ഇനി ക്യാഷ് ഇല്ല ഗൈസ്. ഞാൻ എക്സ്ട്രാ ക്യാഷ്